الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അൽ മുലഖ്ഖസുൽ ഫിഖ്ഹി എന്ന ഈ ഗ്രന്ഥത്തിൽ വുദൂഇന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചത്. വുദൂഇന്റെ 8 ഷുറൂത്തുകളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ 6 ഫർദുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ശേഷം ചില സുന്നത്തുകളെ കുറിച്ചും പറഞ്ഞു. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് കൊണ്ടുവരുന്നത് ബാബുൻ ഫി ബയാനി സിഫത്തിൽ വുദൂ, വുദൂഇന്റെ രൂപത്തെ വിശദീകരിക്കുന്ന അധ്യായമാണ്. അപ്പോൾ വുദൂഇന്റെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞു. അതിന് ചില നിബന്ധനകൾ വേണം. അതേപോലെ തന്നെ അനിവാര്യമായും ചെയ്യേണ്ട റുക്നുകളുണ്ട്. അതേപോലെ പ്രതിഫലാർഹമായ സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. ഇവകളെല്ലാം കൂട്ടി എങ്ങനെയാണ് വുദൂ, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത അധ്യായത്തിൽ. മുസന്നിഫ് പറയുന്നു, ബഅദ അൻ അറഫ്ത ശറാഇത്തുൽ വുദൂഇ ഫറായിദഹു വസുനനഹു അലാ മാ സബഖ ബയാനു. മുമ്പ് വിശദീകരിച്ചത് പ്രകാരം വുദൂഇന്റെ നിബന്ധനകൾ, അതിന്റെ ഫർളുകൾ, അതിന്റെ സുന്നത്തുകൾ ഇതെല്ലാം നീ മനസ്സിലാക്കിയപ്പോൾ കഅന്നക തതല്ലഅത ഇലാ ബയാനി സിഫത്തിൽ വുദൂഇ അല്ലതി തുതബ്ബഖു ഫീഹാ തിൽകൽ അഹ്കാം. ഈ പറയുന്ന വിധികൾ, ഫർളുകളും ശുറൂത്തുകളും സുന്നത്തുകളുമെല്ലാം എങ്ങനെയാണ് പ്രാവർത്തികമാക്കപ്പെടേണ്ടത് അതിനെ വിശദീകരിക്കുന്നതിലേക്ക് നീ ആഗ്രഹമുള്ളവനായി തീരും. സ്വാഭാവികമായിട്ടും ഇന്ന ഫർളുകളുണ്ട്, ശുറൂത്തുകളുണ്ട്, അതേപോലെ തന്നെ സുന്നത്തുകൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടാകും. വഹിയ സിഫത്തുൽ വുദൂഇൽ കാമിലി അൽ മുസ്തമിലി അലൽ ഫുറൂദി വസ്സുനനി. ഈ വുദൂഇന്റെ സിഫത്ത്, അതിന്റെ വിശേഷണം, അതിന്റെ രൂപം എന്ന് പറയുന്നത് സമ്പൂർണമായ വുദൂ ആണ്. ഫർളുകളും അതേപോലെ തന്നെ സുന്നത്തുകളും എല്ലാം അടങ്ങുന്ന, അത് തന്നെ മുസ്തൗഹാത്തൻ മിൻ നുസൂസ് ശർഈ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉള്ള നസ്സുകൾ, ഖണ്ഡിതമായ അഭിപ്രായങ്ങൾ, അതിൽ നിന്ന് എടുക്കപ്പെട്ടതായ സുന്നത്തുകളും അതേപോലെ തന്നെ ഫർളുകളുമെല്ലാം ഉൾക്കൊള്ളിക്കുന്നതായ പൂർണ്ണമായ രൂപം. ലിതഅമല അലാ തത്ബീഖിഹാ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ അതിനെ ആ രൂപത്തിൽ തന്നെ നീ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് പ്രാവർത്തികമായി ചെയ്യുന്നത് എന്നുള്ളതാണ് മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. ഷർത്തുകൾ 8 പറഞ്ഞു, അതേപോലെ തന്നെ ഫർളുകൾ 6 പറഞ്ഞു, ചില സുന്നത്തുകളും പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ഈ ഇവകൾ കൂട്ടിയോജിപ്പിച്ച് സമ്പൂർണമായ വുദൂ എടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. ഫസിഫത്തുൽ വുദൂഇ, അപ്പോൾ വുദൂഇന്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി വേണ്ടത് അൻയൻവിയൽ വുദൂഅ, വുദൂഇനെ കരുതുക എന്നുള്ളതാണ്. നിയ്യത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായി വേണ്ടത്. നിയ്യത്തിനെ കരുതുക എന്നുള്ളത് എന്റെ ശുറൂത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്.
ലിമാ യുശ്റഉ ലഹുൽ വുദൂഉ മിൻ സ്വലാത്തിൻ വനഹ്വിഹ. എങ്ങനെയാണ് അത് കരുതുക? വുദൂ നിയമമാക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മിൻ സ്വലാത്തിൻ വനഹ്വിഹ, നമസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? വുദൂ വേണം. മുസ്ഹഫ് സ്പർശിക്കണമെങ്കിൽ വുദൂ വേണം. അതേപോലെ തന്നെ തവാഫിന് വേണ്ടിയിട്ട് വുദൂ വേണം. അപ്പോൾ ഏത് കാര്യത്തിനാണോ വുദൂഇന് നിയമമാക്കപ്പെട്ടത് അങ്ങനെയുള്ള ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വുദൂ ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുക? കരുതുക. ഇങ്ങനെ കരുതലാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. ഇത് നാവ് കൊണ്ട് പറയലല്ല, പിന്നെന്താണ്? മനസ്സിൽ കരുതലാണ്. സുമ്മ യഖൂലു ബിസ്മില്ലാ, ഇങ്ങനെ കരുതിയതിനു ശേഷം ബിസ്മില്ലാ എന്ന് പറയണം. ഇതാണ് രണ്ടാമതായി വേണ്ടത്. സുമ്മ യഗ്സിലു കഫൈഹി സലാസ മർറാത്തിൻ, അതിനുശേഷം പിന്നീട് 3 പ്രാവശ്യം അവന്റെ 2 മുൻകൈകൾ കഴുകേണ്ടതുണ്ട്. ബിസ്മില്ല പറയുന്നു, അതോടൊപ്പം ഒരു പ്രവർത്തിയും ചെയ്യുന്നു. ബിസ്മില്ല പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? 2 മുൻകൈകൾ അത് പൂർണ്ണമായി കഴുകുന്നു. ഇതും നമ്മൾ പറഞ്ഞതാണ്, സുന്നത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. മുൻകൈ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ബിസ്മില്ല പറയുക എന്നുള്ളതും ശക്തമായ സുന്നത്താണ്. സുമ്മ യതമദ്മദു സലാസ മർറാത്തിൻ, അതിനുശേഷം പിന്നീട് 3 പ്രാവശ്യം വായ കൊപ്പിളിക്കുകയാണ് ചെയ്യേണ്ടത്. വായ കൊപ്പിളിക്കേണ്ട രൂപം നമ്മൾ പറഞ്ഞു. വായിൽ വെള്ളമൊഴിക്കുകയും അതിനെ ചലിപ്പിക്കുകയും ചെയ്യുക. അതിനാണ് മദ്മദത്ത് എന്ന് പറയുന്നത്. വായിലേക്ക് വെള്ളമൊഴിച്ച് അങ്ങനെ തന്നെ തുപ്പുക എന്നുള്ളതല്ല. വായിൽ വെള്ളമൊഴിക്കുന്നതിനോട് കൂടെ എന്ത് ചെയ്യണം? വായയിൽ വെള്ളം ചലിപ്പിക്കണം. അപ്പോഴേ പൂർണ്ണമായി ശുദ്ധി വരികയുള്ളൂ. വയസ്തൻഷഖു സലാസ മർറാത്തിൻ, ഈ 3 പ്രാവശ്യം വായ കൊപ്പിളിക്കുമ്പോഴും അതിനോട് കൂടെ തന്നെ 3 പ്രാവശ്യം എന്ത് ചെയ്യണം? മൂക്കിലേക്ക് വെള്ളം കയറ്റുകയും ചെയ്യണം. അപ്പോൾ വായിലേക്ക് വെള്ളം ഒഴിക്കുന്നു, അതിനോട് കൂടെ തന്നെ മൂക്കിലേക്ക് എന്ത് ചെയ്യണം? വലിച്ച് കയറ്റുകയും ചെയ്യുക. അതിനാണ് ഇസ്തിൻഷാഖ് എന്ന് പറയുന്നത്. വയൻസുറുൽ മാഅ മിൻ അൻഫിഹി ബിയസാരി, അത് മറ്റൊരു കാര്യമാണ്. മൂക്കിലേക്ക് വെള്ളം കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തെ ചിറ്റിക്കളയണം. ഇതും എന്താണ്? വുദൂഇന്റെ രൂപത്തിൽപ്പെട്ടതാണ്. ഇവിടെ മദ്മദത്തും ഇസ്തിൻഷാഖും, വായിൽ വെള്ളമൊഴിക്കലും അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റലും, അതിന്റെ ഹുക്കം എന്താണെന്നതിനെ സംബന്ധിച്ച് ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് മുഖത്തിന്റെ ഭാഗമായതിനാൽ നിർബന്ധമാണ് എന്ന അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്. അതുകൊണ്ട് ആ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വായ കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇടത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൂക്കിൽ നിന്ന് വെള്ളം ചിറ്റിക്കളയേണ്ടത്. ഇത് 3 പ്രാവശ്യം ചെയ്യുന്നു. വായിലൊഴിക്കുന്ന വെള്ളം ആ വെള്ളം തന്നെയാണ് എന്ത് ചെയ്യുക? വായിലേക്ക് വെള്ളം കയറ്റുന്നതിനോട് കൂടെ എന്ത് ചെയ്യുന്നു? മൂക്കിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 പ്രാവശ്യമായി. അതേപോലെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. വയഗ്സിലു വജ്ഹഹു സലാസ മർറാത്തിൻ, അതിനുശേഷം പിന്നീട് അവന്റെ മുഖം കഴുകുക എന്നുള്ളതാണ്. 3 പ്രാവശ്യം മുഖം കഴുകണം. മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഹദ്ദുൽ വജ്ഹി തൂലൻ, മുഖത്തിന്റെ ഹദ്ദ്, അതിന്റെ പരിധി, നീളത്തിലും വീതിയിലും അതിന് പരിധിയുണ്ട്. തൂലൻ, നീളത്തിൽ അതിന്റെ പരിധി എന്ന് പറയുന്നത് മിൻ മനാബിത്തി ശഅരി റഅസിൽ മുഅതാദ്, സാധാരണ രീതിയിൽ തലയിലെ മുടി മുളയ്ക്കുന്നത് മുതലാണ്. അപ്പോൾ പൊതുവെ ആളുകൾക്ക് എവിടെ നിന്നാണോ എന്ത് ചെയ്യുക? നെറ്റിയുടെ മുകൾ ഭാഗത്ത് നിന്ന്, അവിടെയാണ് പൊതുവെ മുടി മുളയ്ക്കുന്നത്. അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഇലാ മൻ ഹദറ മിനൽ ലഹ്യൈനി വദ്ദഖനി, അത് എവിടെ വരെയാണ്? 2 താടിയെല്ലുകൾ അതേപോലെ തന്നെ ദഖനും അവിടെ എത്തുന്നത് വരെയാണ്. ദഖൻ എന്ന് പറഞ്ഞാൽ ഈ താടയ്ക്കാണ് പറയുന്നത്. അതുപോലെ ഈ 2 താടിയെല്ലുകളുടെയും യോജിക്കുന്ന സ്ഥലത്തിനാണെന്ന് പറയുക താടി എന്ന് പറയുക. അപ്പോൾ സാധാരണ രീതിയിൽ മുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ എവിടെ വരെയും ഈ താട വരെയും എന്ത് ചെയ്യണം? കഴുകണം. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ വല്യഹ്യാൻ, 2 താടിയെല്ലുകൾ എന്ന് പറഞ്ഞാൽ അദുമാനി ഫി അസ്ഫലിൽ വജ്ഹി, മുഖത്തിന്റെ താഴെയുള്ള 2 എല്ലുകൾക്കാണെന്ന് പറയുന്നത് അല്യഹ്യാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ഇവിടെ വരെയും ഇങ്ങനെ ഏതുവരെയും ഇത് രണ്ടും കൂടി ചേരുന്ന ദഖന് വരെയും. അഹദുഹുമാ മിൻ ജഹത്തിൽ യമീൻ വസാനി മിൻ ജഹത്തിൽ യസാർ, അതിലൊരു എല്ല് വലതുഭാഗത്തുനിന്നും മറ്റത് ഇടതുഭാഗത്തുനിന്നും. വദ്ദഖ്നു മജ്മഉഹുമാ, താടി എന്ന് പറയുന്നത് എന്താണ്? ദഖൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്തിനാണ്. അപ്പോൾ അതുവരെയാണ് നീളത്തിൽ കഴുകേണ്ടത്. വശഅറുൽ ലഹ്യത്തി മിനൽ വജ്ഹി, ഈ ലഹ്യത്തിലുള്ളതായ മുടി അത് എന്തിൽപ്പെട്ടതാണ്? അത് മുഖത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫയജിബു ഗസ്ലുഹു,
അതിന് കഴുകൽ നിർബന്ധമാണ് വലൗ ത്വാല, അത് എത്ര നീണ്ടുപോയാലും. ഒരു ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇവിടെ ഈ പരിധി വരെയുമുള്ള മുടി കഴുകൽ നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കലുണ്ട്. എന്നാൽ അതിലേക്ക് താഴേക്ക് പോകുന്നത് കഴുകൽ നിർബന്ധമില്ല, മുസ്തഹബ് മാത്രമേ ഉള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കളുമുണ്ട്. എങ്ങനെയാണെങ്കിലും അതിന് കഴുകുക എന്നുള്ളത് എന്താണ്, സൂക്ഷ്മതയ്ക്ക് നല്ലതാണ്. അതിന്റെ വിശദമായ രൂപം ഇങ്ങനെയാണ്: ഫഇൻ കാനത്തിൽ ലഹിയത്തു ഖഫീഫത്ത ശഅരി, ഇനി ഒരാളുടെ ഈ പറയുന്ന താടി വളരെ ഖഫീഫായ ഷഅറാണ്. ഖഫീഫായ ഷഅർ എന്ന് പറഞ്ഞാൽ ലഘുവായ മുടിയാണ്. അതിന്റെ രൂപം വിശേഷമാണ് വജബ ഗസ്ലു ബാത്തിനിഹാ വ ബാഹിരിഹാ. അങ്ങനെയാണെങ്കിൽ വളരെ ലഘുവായതാണെങ്കിൽ അതിന്റെ ഉൾഭാഗവും അതേപോലെ തന്നെ പുറം ഭാഗവും കഴുകൽ നിർബന്ധമാണ്. വഇൻ കാനത്ത് കസീഫത്തൻ, ഇനി ലഘുവായതല്ല, പിന്നെയോ നല്ല കട്ടിയുള്ളതാണ്. കട്ടിയുള്ളത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഐ സാത്തിറത്തൻ ലിൽ ജൽദി, അവന്റെ തോലിന്റെ നിറത്തെ മറച്ചു കളയുന്ന, തോല് കാണാൻ സാധിക്കുകയില്ല, അതാണ് കട്ടിയുള്ള മുടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പുരികം കട്ടിയുള്ളതാണ്, എന്ത് ചെയ്യില്ല, തൊലി കാണുകയില്ല. അതേപോലെ അപ്പോൾ കട്ടിയുള്ളതായ കസീഫായ താടിയാണ് എങ്കിൽ വജബ ഗസ്ലു ളാഹിരിഹ, അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ കഴുകൽ എന്തുള്ളൂ, നിർബന്ധമുള്ളൂ. ഉള്ളിലേക്ക് കഴുകുക എന്നുള്ള നിർബന്ധമില്ല. വയുസ്തഹബ്ബു തഖ്ലീലു ബാത്തിനിഹാ കമാ തഖദ്ദം, എന്നാൽ നേരത്തെ ചെറിയ ലഘുവായതാണ് എങ്കിൽ അതിന്റെ ഉൾഭാഗം കഴുകുക നിർബന്ധമാണല്ലോ. എന്നാൽ കട്ടിയുള്ളതാണ് എങ്കിൽ അതിന്റെ ഉൾഭാഗം തഖ്ലീൽ ചെയ്യുക, അതായത് ഇങ്ങനെ ഇടകലർത്തി കഴുകുക എന്നുള്ളത് എന്തേ ഉള്ളൂ, സുന്നത്താണ്. നല്ല കട്ടിയുള്ള താടിയാണെങ്കിൽ ഈ മേൽഭാഗം ഇങ്ങനെ മേലേക്കും അതേപോലെ തന്നെ താഴ്ഭാഗം ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഇടകലർത്തി കഴുകുക എന്നുള്ളത്. നല്ല കട്ടിയുള്ള താടിയാണ് എങ്കിൽ അത് മുസ്തഹബാണ്. അതല്ല ലഘുവായ താടിയാണ്, തൊലിയുടെ നിറം കാണുന്ന രീതിയിലുള്ളതാണ്, എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധവുമാണ്. ഇനി ഇതാണ് നീളത്തിൽ കഴുകേണ്ടത്. വഹദ്ദുൽ വജ്ഹി അർബൻ, ഇനി വീതിയിൽ ഈ മുഖത്തിന്റെ പരിധി ഏതാണ്? മിനൽ ഉദുനി ഇലൽ ഉദുനി, ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെയാണ്. വൽ ഉദുനാനി മിനൽ റഅസ്, എന്നാൽ ചെവി മുഖത്തിൽപ്പെട്ടതാണോ? അല്ല, ചെവി തലയിൽപ്പെട്ടതാണ്. ഫയുംസഹാനി മഅഹു കമാ തഖദ്ദം, അപ്പോൾ ചെവി തടകേണ്ടത് എപ്പോഴാണ്? തല തടകുമ്പോൾ അതിനോട് കൂടെയാണ് ചെവി തടകേണ്ടത്. കാരണം ചെവി എന്തിൽപ്പെട്ടതാണ്? തലയിൽപ്പെട്ടതാണ്. അപ്പോൾ ചെവിയുടെ ആരംഭം മുതൽ അടുത്ത ചെവിയുടെ ആരംഭം വരെയാണെന്ത്, വീതിയിൽ മുഖത്തിന്റെ പരിധി. അപ്പോൾ ഈ രീതിയിലാണ് മുഖം കഴുകേണ്ടത്. മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: വെള്ളമെടുക്കുക, മുകളിൽ ഒഴിക്കുക. വെള്ളം ചേരാൻ ചിലപ്പോൾ ചില പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളുണ്ടാവും. ഈ ഭാഗമെല്ലാം എന്ത് ചെയ്യണം, കണ്ണിന്റെ താഴ്ഭാഗം അവിടെ നനയ്ക്കേണ്ടതുണ്ട്, മൂക്കിന്റെ താഴ്ഭാഗം, അതുപോലെ താഴെ ചുണ്ടിന്റെ താഴ്ഭാഗം, ഇവിടെയെല്ലാം വിരൽ കൊണ്ട് എന്ത് ചെയ്യണം, കഴുകിയില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വെള്ളത്തൂല. അതേപോലെയുള്ള ഭാഗങ്ങൾ നന്നായി കഴുകണം. അതേപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ചെവിയുടെയും അതേപോലെ ആര്യതാനുണ്ട്. ആര്യതാൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് താടയുടെ ഭാഗത്തുള്ളതായ മുടിയാണ്. കൃതാവെന്നല്ല നമ്മൾ പറയൂലേ, ആ ഭാഗത്ത് നിറഞ്ഞത് ഭാഗം. ഇതിന് പുറകിൽ ചെവിയുടെ ബാക്കിലായിട്ടൊരു വെളുത്ത ഭാഗമുണ്ട്. ഇത് കഴുകൽ നിർബന്ധമാണ്. കാരണം അത് ഒരു ചെവിയുടെ അടുത്ത ചെവി വരെയുമുള്ള ഇതിൽ വീതിയിൽ അതിൽ പെടും. അപ്പോൾ ഈ മുടിയുടെ താഴെയുള്ള പുറകിലുള്ളതായ ചെവിക്ക് മുമ്പുള്ളതായ ഭാഗം കഴുകൽ നിർബന്ധമാണ്. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കലില്ല. അവിടെ വെള്ളം എത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം അങ്ങനെ വെള്ളം എത്താൻ പ്രയാസമുള്ള ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, വെള്ളം എത്തിച്ചുകൊണ്ട് ഈ ഭാഗം പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിരിക്കണം, കഴുകിയിരിക്കണം, നീളത്തിലും അതേപോലെ തന്നെ വീതിയിലും. അതിനുശേഷം പിന്നീട് രണ്ട് കൈകൾ കഴുകണം. മഅൽ മിർഫഖൈൻ, മുട്ടോടുകൂടെയാണ് കഴുകേണ്ടത്. രണ്ട് മുട്ടുകൾ കൂടെ. സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം. അതിന്റെ സുന്നത്തായ രീതി നമ്മൾ പറഞ്ഞത് ആദ്യം വലത് കൈയാണ് കഴുകേണ്ടത്, അതിനുശേഷം പിന്നീട് ചെയ്യണം ഇടത് കൈ കഴുകണം. വഹദ്ദുൽ യദ്ഹുന, ഇപ്പോൾ ഇവിടെ രണ്ടാമത് നമ്മൾ കൈ കഴുകാൻ പോകുമ്പോൾ അതിന്റെ പരിധി ഏതാണ്? നമ്മൾ തുടക്കത്തിൽ ബിസ്മില്ല പറഞ്ഞിട്ട് എന്ത് ചെയ്തിരുന്നു, മുൻകൈ കഴുകിയിരുന്നു. എങ്കിൽ തന്നെയും മുഖം കഴുകിയതിനു ശേഷം കൈകൾ കഴുകുമ്പോൾ അതിന്റെ പരിധി മിൻ റൂസിൽ അസ്വാബിഇ, വിരലുകളുടെ തലഭാഗത്ത് മുതലാണത്. മഅൽ അവാഫിരി ഇലാ അവ്വലിൽ അദുദി, ഈ നഖങ്ങളോട് അല്ലെങ്കിൽ നഖങ്ങളും അതേപോലെ തന്നെ വിരലുകളുമെല്ലാം കൂടെ അതിന്റെ അഗ്രത്തിൽ നിന്ന് കഴുകി എന്ത് ചെയ്യണം, ഇലാ അവ്വലിൽ അദുദി. അദുദ് എന്ന് പറയുന്നത് ഇങ്ങനെ തോൾ കൈക്കാണ്, അപ്പർ ആമിനാണ് അദുദ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കം വരെ എന്ത് ചെയ്യണം,
കഴുകുക എന്നുള്ളതാണ് അതിന്റെ പരിധി. വലാബുദ്ധ അൻ യുസീല മാ അലിക ബിൽ യദൈനി ഖബല അൽ ഗുസ്ൽ. ഇങ്ങനെ കൈ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൈ സാധാരണ ആളുകൾ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പല വസ്തുക്കൾ ചിലപ്പോൾ ഉണ്ടാവും, കൈകളിലുണ്ടാവും. അങ്ങനെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, അത് ഒട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം? കഴുകുന്നതിന് മുമ്പ് നീക്കം ചെയ്യൽ അനിവാര്യമാണ്. മിൻ അജീനിൻ, ചിലപ്പോൾ കുഴമാവ്, മാവ് കുഴയ്ക്കുന്ന ആളുകളുടെ കയ്യിൽ മാവുണ്ടാകും. വത്തീനി, ചിലപ്പോൾ മണ്ണുണ്ടാകും, ഉണങ്ങിയിരിക്കുന്ന മണ്ണുണ്ടാകാം. വസുബിൻ കസീഫിൻ, അതേപോലെ തന്നെ കട്ടിപിടിച്ച ഏതെങ്കിലും ചായങ്ങൾ, പെയിന്റ് പോലുള്ള ചായങ്ങൾ. അലൽ അവാഫിനി, അല്ലെങ്കിൽ ഈ ചായം സാധാരണ രീതിയിൽ എന്ത് ചെയ്യലുണ്ട്, കട്ടിയുള്ള ചായങ്ങൾ നഖത്തിന്റെ മേലിടും ആളുകൾ. അത് പാടില്ലാത്തതാണ്. കാരണം വുളൂ ശരിയെ, വുളൂവിന്റെ വെള്ളം ചേരുകയില്ല. ഹത്താ യതബല്ലഗ ബിമാഇൽ വുളൂഇ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വുളൂഇന്റെ വെള്ളം ഈ ശരീരത്തിലേക്ക് ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴുകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വെള്ളത്തെ തടയുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? നീക്കം ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഇങ്ങനെ രണ്ട് കൈകളും കഴുകിയതിനു ശേഷം സുമ്മ യംസഹു കുല്ല റഅസിഹി, പിന്നെ തല മുഴുവനും തടകണം. വഉദുനൈഹി, രണ്ട് ചെവികളും തടകണം. മറത്തൻ വാഹിദ, ഒറ്റ പ്രാവശ്യമാണ് അത് കഴുകേണ്ടത്, തടകേണ്ടത്. ബിമാഇൻ ജദീദിൻ ഗൈറൽ ബലലിൽ ബാഖി മിൻ ഗസ്ലി യദൈഹി, അത് പുതിയ വെള്ളം എടുത്തിട്ടാണ് കഴുകേണ്ടത്. ഇപ്പോൾ നമ്മൾ കൈ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കൈ നനവുള്ളതാണ്. ആ നനവുള്ള കൈകൾ കൊണ്ട് തടയുക എന്നുള്ളതല്ല, പുതിയതായിട്ട് വീണ്ടും ചെയ്യണം, കൈ നനയ്ക്കണം. നനച്ചതിന് ശേഷം എന്ത് ചെയ്യണം? രണ്ട് കൈകൾ കൊണ്ട് തല മുഴുവനുമായും തടകേണ്ടതുണ്ട്. വസുഫത്തു മസ്ഹർ റഅസി, എങ്ങനെയാണ് തല തടകേണ്ടത്? അതിന്റെ രൂപം അൻ യദഅ യദൈഹി മബ്ലൂലതൈനി ബിൽ മാഇ അലാ മുഖദ്ദമി റഅസി, നനയ്ക്കപ്പെട്ടതായ ഈ രണ്ട് കൈകൾ എന്ത് ചെയ്യണം? അവന്റെ തലയുടെ മുൻഭാഗത്ത് വയ്ക്കണം. അതിനുശേഷം വയമുറുഹുമ ഇലാ ഖഫാഹു, അത് രണ്ടിനെ എന്ത് ചെയ്യണം? അവന്റെ പിൻഭാഗത്തേക്ക് ഇങ്ങനെ നടത്തണം. അതാണ് അതിന്റെ രൂപം. അതിനുശേഷം സുമ്മ യറുദ്ദുഹുമ ഇല മൗദിഇ അല്ലദീ ബദഅ മിൻഹു, എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് എന്ത് ചെയ്യണം? അതിനെ തിരികെ കൊണ്ടുവരണം. അതിനുശേഷം സുമ്മ യുദ്ഖിലു ഉസ്ബഅൈഹി അസ്സബാബത്തൈൻ, അതിനുശേഷം ഈ രണ്ട് ചൂണ്ടുവിരലുകൾ അതിനവൻ പ്രവേശിപ്പിക്കണം. ഫീ ഖർഖൈ ഉദ്നിഹി, രണ്ട് ചെവിക്കുള്ളുണ്ട്, അതിൻ്റെ ഉള്ളിൽ അവൻ എന്ത് ചെയ്യണം? പ്രവേശിപ്പിച്ച് അത് കഴുകണം, അതിനെ തടകണം. രണ്ട് സബ്ബാബ് വിരലുകൾ കൊണ്ട് ചെവിക്കൊണ്ട് ഉൾഭാഗം ചെയ്യണം, തടകണം. അതിനോടുകൂടെ തന്നെ വയംസഹു ബാഹിറഹുമാ ബിഇബ്ഹാമിഹി, ഈ രണ്ട് ചെവിയുടെയും പുറം ഭാഗത്തെ രണ്ട് തള്ളവിരലുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രകാരവും തടകണം. ഇതാണ് അതിന്റെ രൂപം. അപ്പോൾ തലയുടെ മുൻഭാഗത്ത് നിന്ന് രണ്ട് കരങ്ങളും അവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പിറകിലേക്ക് അതിനെ ചലിപ്പിക്കുക. അതിനുശേഷം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തിരികെ വരിക. ശേഷം സബ്ബാബ് വിരൽ കൊണ്ട് രണ്ട് ചെവികളുടെയും ഉൾഭാഗവും അതേപോലെ തന്നെ തള്ളവിരൽ കൊണ്ട് അതിന്റെ പുറം ഭാഗവും എന്ത് ചെയ്യുക? തടവുക. ഇതാണ് തല തടവുന്ന രീതി. അതിനുശേഷം സുമ്മ യഗ്സിലു റിജ്ലൈഹി സലാസ മർറാത്തിൻ മഅൽ കഅബൈൻ, പിന്നെ രണ്ട് കാലുകളും കഴുകണം 3 പ്രാവശ്യം വീതം. അത് ഞെരിയാണി ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. കഅബ് എന്ന് പറഞ്ഞാൽ പോലെ കഅബാനി ഹുമാ അൽ അദ്മാനി നാതിആനി ഫി അസ്ഫലി സാഖി, കാൽപാദത്തിന്റെ ഏറ്റവും താഴ്ഭാഗം മുളച്ചിരിക്കുന്ന രണ്ട് എല്ലുകളാണ് എന്ത് ചെയ്യുന്നത്? കഅബ് എന്ന് പറയുന്നത് നമുക്ക് അറിയപ്പെട്ടതാണ്. അത് ഉൾപ്പെടെയാണ് എന്ത് ചെയ്യേണ്ടത്? കഴുകേണ്ടത്. വമൻ കാന മഖ്തൂഅൽ യദി, അപ്പോൾ കൈയും കാലും എല്ലാം ഈ രീതിയിൽ കഴുകണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയും ചിലപ്പോൾ വെള്ളം ചേരാൻ പ്രയാസമുള്ളതായ ചില സ്ഥലങ്ങളുണ്ടാകും. അതിനെയും എന്ത് ചെയ്യേണ്ടതുണ്ട്? വെള്ളം എത്തിച്ച് കഴുകേണ്ടതുണ്ട്. ദൽക്ക് ചെയ്യുക, തേച്ച് കഴുകുക എന്നുള്ളതാണ്. വെള്ളം ചേർന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇനി അവനെ സംബന്ധിച്ചിടത്തോളം വമൻ കാന മഖ്തൂഅൽ യദി അവി റിജ്ലി, ഒരാൾക്ക് കൈ മുറിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവന്റെ രിജ്ലി ഈ കാൽപാദം എന്ത് ചെയ്തിട്ടുണ്ട്? മുറിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ കഴുകേണ്ട ഭാഗം ആ കഴുകേണ്ട ഭാഗം അവനില്ല. എന്നാൽ ഫഇന്നഹു യഗ്സിലു മാ ബഖിയ മിന സിറാഇ അവി റിജ്ലി, അപ്പോൾ അവന്റെ ഈ സിറാഇൽ നിന്ന് അല്ലെങ്കിൽ രിജ്ലിൽ നിന്ന് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, കഴുകുക. അപ്പോൾ ഒരാളുടെ മുൻകൈയാണ് ഛേദിക്കപ്പെട്ടത്, എന്നാൽ അവശേഷിക്കുന്ന ഭാഗം ചെയ്യുക, കഴുകുക. അല്ലെങ്കിൽ കാലിന്റെ വിരലുകളാണ് ഇല്ലാത്തത്, എന്നാൽ
കഴുകേണ്ട ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യുക? കഴുകുക. ഇനി ഫൈൻ ഖുതിഅ മിൻ മിസ്ഫലിൽ മിർഫഖി, ഇനി ഒരാളുടെ മിർഫഖ് മുതൽ, അതായത് ഈ മുട്ടിന്റെ ജോയിന്റ് മുതൽ എന്ത് ചെയ്യപ്പെട്ടു? കട്ട് ചെയ്യപ്പെട്ടു. അവന് കഴുകപ്പെടേണ്ട തീരെ ഒന്നുമില്ല. എന്നാൽ ഗസല റഅസൽ അദുദി, അവന്റെ ഈ തോൾ കൈയിന്റെ അഗ്രഭാഗം മാത്രം ഒന്നും ചെയ്യുക, കഴുകിയേക്കുക. വൈൻ ഖുതിഅ മിനൽ കഅബി ഗസല തറഫ സാഖി, ഇനി അവന്റെ കഅബ് ഉൾപ്പെടെ, അതായത് കണ്ണങ്കാൽ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഛേദിക്കപ്പെട്ടുവെങ്കിൽ സാഖിന്റെ അഗ്രഭാഗങ്ങൾ, സാഖ് എന്ന് പറഞ്ഞാൽ മുഴങ്കാല്, ഈ പറയുന്ന കാൽപാദത്തിന് മേലെയുള്ള ഭാഗമാണ്, അതിന്റെ അഗ്രഭാഗം എന്ത് ചെയ്യുക? ഒന്ന് കഴുകിയേക്കുക. ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതിന് വേണ്ടി, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം അല്ലാഹു എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അത് ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല, വേറെ ഒന്നും നിർബന്ധമില്ല. അപ്പൊ എന്താണോ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ അമർതുകും ബി അംരിൻ, ഒരു കാര്യം നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ ഫഅതു മിൻഹു മസ്തതഅതും, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ സാധ്യമാകുന്നത് എന്ത് ചെയ്യണം? ചെയ്യണം. ഫഇദാ ഗസല ബഖിയത്തൽ മഫ്റൂദി ഫഖദ അതാ ബിമസ്തതഅ, അപ്പോ അവൻ ഈ നിർബന്ധമാക്കപ്പെട്ടതിന്റെ ബാക്കി ഭാഗം പൂർണ്ണമായിട്ട് കഴുകാൻ അവനക്ക് സാധിക്കുന്നില്ല, എന്നാൽ അതിന്റെ ബാക്കി ഭാഗം കഴുകിയാൽ ഫഖദ അതാ ബിമസ്തതഅ, അവൻ ചെയ്തു കഴിയുന്ന ഭാഗം ചെയ്തവനായി മാറി, അത് മതിയാകുന്നതാണ്. ഇനി സുമ്മ ബഅദൽ ഫറാഗ് മിനൽ വുദൂഇ, ഇങ്ങനെ വുദൂ എടുത്ത് പൂർണ്ണമായി അതിനുശേഷം അല സിഫത്തിൽ ലത്തിയതൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വുദൂ എടുത്തു കഴിഞ്ഞാൽ യർഫഉ ബസറഹു ഇല സമാ, അവന്റെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തണം. ഇത് ചില ഹദീസുകൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ ആ രീതിയിൽ കാണുന്നില്ല. വയഖൂലു മാ വറദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദിഇയതി ഫീ ഹാദിഹിൽ ഹാലി, എന്നിട്ട് ആ വിഷയത്തിൽ വന്നിരിക്കുന്നതായ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായ പ്രാർത്ഥനകൾ പറയണം. ആ പ്രാർത്ഥനകളിൽ ചിലത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകളുണ്ട്. വുദൂഇന് ശേഷം പറയേണ്ട ചില പ്രാർത്ഥനകൾ. വമിൻ ദാലിക, അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ ഉള്ള ചില പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളും അനിവാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ഇബാദത്തിന് അർഹത അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അവൻ ഏകനാണ്, പങ്കാളികളില്ലാത്തവനാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്നതിനും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ നിരന്തരം പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധി പാലിക്കുന്ന മുതതഹിരീങ്ങളുടെ കൂട്ടത്തിലും എന്നെ ഉൾപ്പെടുത്തണമേ. ഇതെല്ലാം സ്ഥിരപ്പെട്ടു വന്നതാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കൂടിയുണ്ട്, ചില ഉലമാക്കൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകാര്യമായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നുള്ള പാപമോചന പ്രാർത്ഥനയും തസ്ബീഹും അതേപോലെ തന്നെ തഹ്മീദും തഹ്ലീലും കൂടെ ഇസ്തിഗ്ഫാറും വരുന്നൊരു പ്രാർത്ഥനയാണ്. ഇതും സ്ഥിരപ്പെട്ട ഹദീസുകളിലുള്ളതായ പ്രാർത്ഥനകളാണ്. അപ്പോൾ വുദൂഇന് ശേഷം ഈ പ്രാർത്ഥനകൾ പറയാൻ എന്ത് ചെയ്യരുത്? മറന്നുപോയത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മുസന്നിഫ് പറയുകയാണ്, വൽ മുനാസിബത്തു ഫിൽ ഇത്തിയാനി ബിഹാദ ദിക്രി വദ്ദുആഇ ബഅദൽ വുദൂ. ഇവിടെ എന്തിനാണ് വുദൂഇന് ശേഷം ഇങ്ങനെ ഈ പ്രാർത്ഥനകളും ദിക്റുകളും കൊണ്ടുവന്നിരിക്കുന്നതിന്റെ അതിന്റെ യുക്തി എന്താണ്? അതിന്റെ മുനാസബ എന്താണ്? ഈ വുദൂഉം ഈ പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് അന്നഹു ലമ്മാ കാന വുദൂ തഹാറത്തൻ ലിൽവാഹിരി, വുദൂ എന്നുള്ളത് ഒരാളുടെ ബാഹ്യാവയവങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. എൻ്റെ മുഖവും കൈകാലുകളും തലയുമെല്ലാം തടകുന്നതിലൂടെ കഴുകുന്നതിലൂടെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ നാസബ ദിക്റു തഹാറത്തിൽ ബാത്തിനി ബിത്തൗഹീദി വത്തൗബ, അപ്പോൾ അതിനോട് കൂടെ തന്നെ ആന്തരികമായ ശുദ്ധിയെ സംബന്ധിച്ചും പറയുക എന്നുള്ളത് എന്താണ്? അനുയോജ്യമായി വന്നിരിക്കുന്നു. അതെങ്ങനെയാണ് ആന്തരികമായ ശുദ്ധി ഉണ്ടാകുന്നത്? ഒന്ന് ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആദ്യം രണ്ട് ഷഹാദത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ തൗബ, തൗബ ചെയ്യുന്നു. തൗബ ചെയ്യുന്നതിലൂടെ ഹൃദയം ശുദ്ധിയാവുകയാണ്. വഹുമാ അഅ്ദമുൽ മുതഹ്ഹിറാത്ത്, അപ്പോൾ ഇത് രണ്ടും ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വുദൂ ചെയ്യുക എന്നുള്ളതും അത് ബാഹ്യമായ ശുദ്ധി ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ അതിനോട് കൂടെ കലിമ പറയുന്നു, ഷഹാദത്ത് പറയുന്നു.
ഇസ്തിഗ്ഫാർ പറയുന്നു, തൗബ ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്? ശുദ്ധി വരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫഇദാ ഇജ്തമഅ ലഹു തഹൂറാൻ തഹൂറുൽ ളാഹിരി ബിൽ വുദൂഇ വതഹൂറുൽ ബാത്തിനി ബിത്തൗഹീദി വത്തൗബ. അപ്പോൾ ഈ രണ്ട് ശുദ്ധീകരണവും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ, വുദൂ കൊണ്ട് ബാഹ്യാവയവങ്ങളും അതേപോലെ തന്നെ തൗഹീദും തൗബയും കൊണ്ട് ഉള്ളും ശുദ്ധിയാക്കി കഴിഞ്ഞാൽ സ്വലുഹ ലിദ്ദുഖൂലി അലല്ലാഹ്, അപ്പോഴാണ് അവൻ അള്ളാഹുവിലേക്കുള്ള പ്രവേശനത്തിന് അർഹനായിത്തീരുന്നത്. അതിനുള്ള ശരിയായ അവസ്ഥയിലേക്ക് അപ്പോഴാണ് അവൻ കടക്കുക. വൽ വുഖൂഫി ബൈന യദൈഹി വ മുനാജാത്തി, അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനുമായി സംഭാഷണം നടത്താൻ ഏറ്റവും ഉചിതമായ സമയം അപ്പോഴാണ്. അപ്പോൾ വുദൂഅൊക്കെ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടാണ് വുദൂ ചെയ്തത്, കൃത്യമായാണ് നമസ്കരിക്കുന്നത്, പക്ഷെ ഉള്ളു ശുദ്ധിയല്ല, എന്നാൽ എന്തല്ല അതിന്റെ സമ്പൂർണ്ണതയിലെത്തുകയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് യോജിക്കുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനും അവനോട് ദുആ ചെയ്യാനും മുനാജാത്ത് നടത്തുവാനുമുള്ള ശരിയായ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക? അവൻ മാറുക. വലാ ബഅസ അൻ യുനശ്ശിഫ അൽ-മുതവദ്ദിഉ അഅളാഅഹു മിൻ മാഇൽ വുദൂഇ ബിമസ്ഹിഹി ബിഖിർഖത്തിൻ വനഹ്വിഹ. വുദൂ ചെയ്തു കഴിഞ്ഞാൽ വുദൂ ചെയ്തയാൾ അവന്റെ അവയവങ്ങൾ തുടയ്ക്കുന്നതിന് കുഴപ്പമില്ല. വുദൂവിന്റെ അവയവങ്ങളിലുള്ള വെള്ളം എന്ത് ചെയ്യാം? അതിനെ തുടച്ചു കളയാം. അതിനെ ഒന്നുകിൽ ബിമസ്ഹി ബിഖിർഖത്തിൻ വനഹ്വിഹ, ഏതെങ്കിലും ഒരു തുണിക്കഷ്ണം കൊണ്ടോ മെന്തീലുകൾ പോലുള്ള ടവല് പോലുള്ളത്, അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ടിഷ്യൂ പോലുള്ളത് കൊണ്ടോ മറ്റൊക്കെ എന്ത് ചെയ്യുക? ആ വെള്ളം തുടച്ചു കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് അനുവദനീയമായ കാര്യമാണ്. സുമ്മ അലം അയ്യുഹൽ മുസ്ലിം, പിന്നീട് അല്ലയോ മുസ്ലിമേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നഹു യജിബു ഇസ്ബാഗുൽ വുദൂ. ഇസ്ബാഗുൽ വുദൂ നിർബന്ധമാണ്. വുദൂ സമ്പൂർണ്ണമാക്കി ചെയ്യുന്നതിനാണ് ഇസ്ബാഗുൽ വുദൂ എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ അതിന്റെ ശ്രേഷ്ഠത എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വുദൂ ചെയ്യുമ്പോൾ സമ്പൂർണ്ണമായി ചെയ്യണം. വഹുവ, ഈ ഇസ്ബാഗുൽ വുദൂ എന്ന് പറഞ്ഞാൽ ഇത്മാമുഹു ബിസ്തിക്മാലിൽ അഅദാഇ വതഅമീമി കുല്ലി അദ്വിൻ ബിൽ മാ. സമ്പൂർണ്ണമായി വുദൂ ചെയ്യുന്നതിനാണ് ഇസ്ബാഗുൽ വുദൂ എന്ന് പറയുന്നത്. അത് വുദൂഇന്റെ അവയവങ്ങളെ പൂർണ്ണമാക്കുക, എല്ലായിടത്തും വ്യാപിപ്പിക്കുക, വുദൂഇന്റെ അവയവങ്ങളെല്ലാം വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക? വ്യാപിപ്പിക്കുക, എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തുക. വലാ യത്റുകു മിൻഹു ഷൈഅൻ ലം യുസിബുൽ മാ, വെള്ളം എത്താത്ത ഒരു വസ്തുവും ഒരു ഭാഗവും ഒഴിച്ചിടാതിരിക്കുക. ഇതിനാണ് എന്ന് പറയുന്നത് ഇസ്ബാഗുൽ വുദൂ. ധാരാളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട്, അത് ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ഇത് അനിവാര്യമായ കാര്യമാണ്. കാരണം ഒരിക്കൽ ഫഖദ് റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ, ഒരിക്കൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം വുദൂ ചെയ്തപ്പോൾ തറക മൗദിഅ ളഫരി അലാ ഖദമിഹി, കാൽപാദത്തിൽ ഒരു നഖത്തിന്റെ അളവ്, ചെറിയൊരളവ് വെള്ളം എത്തിയിട്ടില്ല. ഇതാര് കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അദ്ദേഹം വുദൂ ചെയ്തു, പക്ഷേ വുദൂ ചെയ്തപ്പോൾ ചെറിയൊരു ഭാഗത്തിൽ വെള്ളം എത്തിയിട്ടില്ല. ഫഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി' ഫഅഹ്സിൻ വുദൂഅക, മടങ്ങിപ്പോയിട്ട് നന്നായി വുദൂ എടുക്കാൻ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ ചില ഹദീസുകളിൽ കാണാം, വഅൻ ബഅദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ചില സ്വഹാബികൾ ഉദ്ധരിക്കുകയാണ്, അന്നഹു റഅ റജുലൻ യുസല്ലി, ഒരിക്കൽ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് കാണുകയാണ്. വഫീ ബഅദി ഖദമിഹി ലുംഅത്തുൻ ഖദ്റ ദിർഹം, ഒരു ദിർഹമിന്റെ ചെറിയൊരു വട്ടത്തിൽ, ഒരു നാണയത്തിന്റെ വലുപ്പത്തിൽ അവന്റെ കാൽപാദത്തിൽ ഒരു വെളുത്ത ഭാഗം, അതായത് വെള്ളം എത്താണ്ട് ഇരിക്കുകയാണ്. ലം യുസ്ബിഹൽ മാ, അവിടെ വെള്ളം എത്തിയിട്ടില്ല. ഫഅമറഹു അൻ യുഈദൽ വുദൂഅ വസ്സലാ, അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, നീ പോയി വുദൂ ശരിയായിട്ട് ചെയ്യുക, അതിന്റെ നമസ്കാരവും മടക്കി നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ ഗൗരവത്തെ ഉണർത്തുന്ന മറ്റൊരു ഹദീസിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ, വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ, നരകത്തിന്റെ വൈല്, കഠിനമായ ശിക്ഷയുണ്ട് അവന്റെ കാലിന്റെ പിൻഭാഗത്തെ സൂക്ഷിക്കാത്ത ആളുകൾ. അതായത് വുദൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, വുദൂ ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ കാൽപാദത്തിലും മറ്റുമെല്ലാം വെള്ളം ഏൽക്കാതെ വുദൂ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് നാശമുണ്ട് എന്ന് എന്ത് ചെയ്തു? ഒരു യുദ്ധവേളയിലാണ്, യാത്രാവേളയിലാണ് സ്വഹാബികൾ വുദൂ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞതാണ്, അവർക്ക് വൈലുണ്ട്. വൈലുണ്ടെന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷയെ സംബന്ധിച്ചാണ് ഉണർത്തൽ. അതുകൊണ്ട് അത് വലിയ ഗുരുതരമായ പാപമാണ് എന്ന് ചെയ്തിട്ടുണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണത്. വദാലിക ലിഅന്നഹു ഖദ് യഹ്സുലു തസാഹുലു ഫീ തആഹുദിഹിമാ, ഈ രണ്ട് കാലിനെയും
സൂക്ഷിച്ച് വുദു എന്ത് ചെയ്യുന്നില്ല. അവിടെ തസാഹുൽ വന്നിട്ടുണ്ട്. ഒരു തസാഹുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗരവം കുറഞ്ഞ ഒരു രീതി. അതിനെ നല്ല രീതിയിൽ അവൻ പരിഗണിച്ചിട്ടില്ല. ഒരു അലസത ഇങ്ങനെ വന്നു എന്നുള്ള കാരണത്താൽ അവർക്ക് എന്തുണ്ട്? നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫലാ യസ്ലു ഇലൈഹി മൽമാ, കാലിന്റെ രണ്ട് അക്കിബുകളിലേക്ക് പിൻഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? വെള്ളം എത്തിയിട്ടില്ല. ഔ തബ്ഖാ ഫീഹിമാ ബഖിയത്തുൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം അവശേഷിക്കുന്നു. ലാ യഅമ്മുഹൽ മാ, വെള്ളം അവിടെ എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായി എത്തിയിട്ടില്ല. അതിനാൽ ഫയുഅദ്ദബാനി ബിന്നാരി ബിസബബി ദാലിക, ആ കാരണം കൊണ്ട് അവരെ നരകത്താൽ ശിക്ഷിക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫവൈലുൽ ലിൽ ആഖാബി മിനന്നാർ എന്ന് പറഞ്ഞാൽ അവർക്ക് നരകശിക്ഷയുണ്ട്. കാൽപാദങ്ങളിൽ ശരിയായിട്ട് എന്ത് ചെയ്യുന്നില്ല? വെള്ളം എത്തിച്ച് വുദൂ ചെയ്തിട്ടില്ല എന്നുള്ളതിനാൽ ശിക്ഷയുണ്ട്. ഏതൊരു പാപത്തെ സംബന്ധിച്ച് ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞുവോ ആ പാപം എന്താണ്? വൻപാപമാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൻപാപത്തിൽ വരെയും പെട്ടേക്കാവുന്ന കാര്യമാണ് വുദൂ എന്ത് ചെയ്യാതിരിക്കുക, ശരിയായി നിർവഹിക്കാതിരിക്കുക എന്നുള്ളത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് الذي رواه അബൂ ദാവൂദ് വഗൈറു, അബൂ ദാവൂദ് മറ്റും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലാ തത്തിമു സ്വലാത്തു അഹദിക്കും, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം പൂർണ്ണമാവുകയില്ല, ഹത്താ യസ്ബിഗൽ വുദൂ, വുദൂഇനെ പൂർണ്ണമാക്കുന്നതുവരെയും, കമാ അമറഹുല്ലാഹ്, അല്ലാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് അതേപോലെ വുദൂഇനെ പൂർണ്ണമാക്കാതെ എന്ത് ചെയ്യൂല, നിങ്ങളുടെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. ഫയഗ്സിലു വജ്ഹഹു, അവന്റെ മുഖത്തെ കഴുകണം. വയദൈഹി ഇലൽ മിർഫഖൈൻ, രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകണം. സുമ്മ യംസഹു ബിറഅസിഹി, പിന്നെ തല പൂർണ്ണമായും തടകണം. വരിജ്ലൈഹി ഇലൽ കഅബൈൻ, അതേപോലെ തന്നെ രണ്ട് കാലുകൾ കഴുകണം, അതിന്റെ കണങ്കാൽ ഉൾപ്പെടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ നമസ്കാരം പൂർണ്ണമാവുകയുള്ളൂ. നമസ്കാരം ഒരാൾക്ക് ശ്രദ്ധയോടെ നിർവഹിക്കാൻ, സമ്പൂർണ്ണമായി ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിന് സഹായകരമായ ഒരു കാര്യമാണെന്ത്? വുദൂ പൂർണ്ണമായിട്ട് ചെയ്യുക എന്നുള്ളത് എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം. സുമ്മ അലം അയ്യുഹൽ മുസ്ലിം, പിന്നീട് ഈ വിഷയത്തിൽ അറിയേണ്ട മറ്റൊരു കാര്യം, അല്ലയോ മുസ്ലിമേ, അന്നഹു ലൈസ മഅന ഇസ്ബാഗിൽ വുദൂഇ കസ്റത്തു സബ്ബിൽ മാ, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇസ്ബാഗുൽ വുദൂഇനെ സമ്പൂർണ്ണമാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം ഇങ്ങനെ കുത്തി ചുരിയുക എന്നുള്ളതാണോ? അതല്ല. വെള്ളം അധികമായി ഉപയോഗിക്കുക എന്നുള്ളതല്ല വുദൂ പൂർണ്ണമാക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ബൽ മഅനാഹു, എന്നാൽ ഈ ഇസ്ബാഗുൽ വുദൂഇന്റെ അർത്ഥം എന്താണ്? തഅമീമുൽ അദ്വി ബിജരിയാനിൽ മാഇ അലൈഹി കുല്ലി, അവന്റെ വുദൂഇന്റെ അവയവങ്ങളെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. തഅമീം ചെയ്യുക, വ്യാപിപ്പിക്കുക. എങ്ങനെ? ബിജരിയാനുമായി, വെള്ളം അതിലൂടെ നടത്തൽ കൊണ്ട്. അലൈഹി കുല്ലി, വെള്ളം എത്തേണ്ട ഭാഗങ്ങൾ, കഴുകേണ്ട അവയവങ്ങൾ എവിടേക്കാണോ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം ഒഴുക്കുക. ആ ഒഴുക്കുന്നതിനെ വ്യാപിപ്പിക്കുക, എല്ലായിടത്തും വെള്ളം എത്തിക്കുക. അത് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. വഅമ്മാ കസ്റത്തു സബ്ബിൽ മാ, എന്നാൽ ധാരാളമായി വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കുക എന്നുള്ളത് ഫഹാദ ഇസ്റാഫുൻ മൻഹിയുൻ അൻ, അതെന്താണ്? അത് ഇസ്റാഫാണ്, അത് അമിതവ്യയം കാണിക്കലാണ്. അതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യവുമാണ് എന്നല്ല. ബൽ ഖദ് യുക്സിറു സബ്ബൽ മാഇ വലാ യതതഹറു തഹാറത്തൽ വാജിബ, ചിലപ്പോൾ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവും, ധാരാളം വെള്ളം ഒഴിക്കുന്നുണ്ടാവും, പക്ഷേ അനിവാര്യമായിട്ടും ശുദ്ധി വരുത്തേണ്ട ഭാഗം പോലും ചെയ്തിട്ടുണ്ടാവില്ല, യഥാർത്ഥത്തിൽ ശുദ്ധി വരുത്തിയിട്ടുണ്ടാവില്ല. വെള്ളം ധാരാളം ഒഴിച്ചിട്ടുണ്ടാവും, പക്ഷേ വെള്ളം ചേരേണ്ട സ്ഥലത്ത് വെള്ളം ചേർന്നിട്ട് പോലും ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി ഉപയോഗിച്ച വെള്ളമാകട്ടെ ധാരാളമായിരിക്കും. വൈദാ ഹസല ഇസ്ബാഗുൽ വുദൂഇ മഅ തഖ്ലീലിൽ മാ, അപ്പോൾ ശരിയായ രൂപം എന്ന് പറഞ്ഞാൽ വുദൂ സമ്പൂർണ്ണമാക്കുക മഅ തഖ്ലീലിൽ മാ, വെള്ളം കുറയ്ക്കുന്നതിനോടുകൂടെ ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ സമ്പൂർണ്ണമായി വുദൂ ചെയ്യുക എന്നുള്ളത് ഫഹാദ ഹുവൽ മശ്റൂ, അതാണ് ശരിക്കും ചെയ്തത് നിയമമാക്കപ്പെട്ടിരിക്കുന്നതാണ്. കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുക, സമ്പൂർണ്ണമായി വുദൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറഞ്ഞ വെള്ളമാണെങ്കിലും എല്ലായിടത്തും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതവദ്ദഉ ബിൽ മുദ്ദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദ് കൊണ്ട് വുദൂ ചെയ്യുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്തദിലായ മനുഷ്യൻ, സാധാരണ വലിപ്പമുള്ള കൈകളുടെ സാധാരണ വലിപ്പമുള്ള ഒരാൾ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് വച്ച് എടുത്താലുള്ള വെള്ളം എത്രയാണോ അതാണ് ഒരു മുദ്ദ്. ഈ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? വുദൂ പൂർണ്ണമായി ചെയ്യുമായിരുന്നു. അതുപോലെ വയഗ്തസിലു ബിസ്സാഇ ഇലാ ഖംസതി അംദാദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമായിരുന്നു ഒരു സാഅ കൊണ്ട്. ഒരു സാഅ മുതൽ 5 മുദ്ദുകൾ വരെ. ഒരു സാഅ എന്ന് പറയുന്നത് 4 മുദ്ദുകളാണ്. ഇതുപോലെ 4 കോരലുകളാണെന്ത്? ഒരു സാഅ.
അപ്പോൾ 4 അല്ലെങ്കിൽ 5 മുദ്ദുകൾ ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? കുളിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളിയും വുദൂവുമാണ് ഏറ്റവും സമ്പൂർണ്ണമായത്. അപ്പോൾ അത്രയും വെള്ളമുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? വുദൂ ചെയ്യാം. അത്രയും വെള്ളമുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? കുളിക്കാം. വെള്ളം നമുക്ക് ധാരാളമായി ലഭിക്കുന്നുണ്ട്. സുലഭമായി വെള്ളമുണ്ട് എന്നുള്ളത് അതിനെ ഒരു ശ്രദ്ധയുമില്ലാതെ ഉപയോഗിക്കാനുള്ള അനുമതിയല്ല. വെള്ളം ലഭിക്കാത്ത ആളുകളുണ്ട്, കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത ആളുകൾ ധാരാളമുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ ചില പ്രദേശങ്ങളിലുണ്ട് വെള്ളമില്ലാത്ത ആളുകൾ. വേനലായി കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ വെള്ളം കിട്ടാത്ത ധാരാളം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിനോട് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തോട് നന്ദി കാണിക്കുന്ന ഒരു ഭാഗമാണ് എന്ത് ചെയ്യുക? ആവശ്യത്തിന് ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് വെള്ളം ദൂർത്തടിക്കുക എന്നുള്ളത് തടയപ്പെട്ടതാണ്. വനഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇസ്റാഫി ഫിൽ മാ, വെള്ളത്തിൽ ധൂർത്ത് കാണിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഫഖദ് മർറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസഅദിൻ വഹുവ യതവല്ല, സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ നബി പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖാല മാ ഹാദ സർഫ്, എന്താണ് സഅദ് ഈ രീതിയിൽ ധൂർത്ത് കാണിക്കുന്നത്? അപ്പോൾ ചോദിച്ചു, അഫിൽ വുദൂഇ ഇസ്റാഫുൻ, നബിയെ വുദൂ ചെയ്യുന്നതിലും ധൂർത്തുണ്ടോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വഇൻ കുന്ത അലാ നഹ്രിൻ ജാരി, നീ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ അരികിലാണ് വുദൂ ചെയ്യുന്നതെങ്കിലും ആവശ്യത്തിന് വെള്ളം എടുക്കാവൂ. അതിനേക്കാൾ ആവശ്യത്തിനപ്പുറത്ത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എത്ര വലിയ നിർദ്ദേശമാണ്! അപ്പോൾ വെള്ളമുണ്ട് എന്നുള്ളത് കൊണ്ട് എത്രയധികം ഉപയോഗിക്കാം എന്നുള്ളതല്ല, എത്ര വെള്ളമുണ്ടെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ കുട്ടികളെ തന്നെ പഠിപ്പിക്കേണ്ട വലിയൊരു ഫിഖാണ്, വലിയൊരു പാഠമാണിത്. വെള്ളം ഉപയോഗിക്കാൻ എന്ത് ചെയ്യുക? കുട്ടികളെ പഠിപ്പിക്കുക. വീട്ടിലുള്ള എല്ലാവർക്കും ആ നിർദ്ദേശം കൊടുക്കുക. ഭാര്യമാർക്കും മക്കൾക്കും കുടുംബാദികളെല്ലാം അത് പാലിക്കുക. വെള്ളം അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹമാണ്, വലിയ ആയത്താണ്. അതിന് സൂക്ഷ്മമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിച്ച ഹദീസാണത്. വസ്സറഫു ദിദ്ദുൽ ഖസ്ദ്, സർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖസ്ദിന് വിപരീതമായതാണ്. ഖസ്ദ് എന്ന് പറഞ്ഞാൽ മിതമായിട്ട് ഉപയോഗിക്കുന്നതിനാണ്, പിശുക്ക് കാണിക്കുന്നതിനല്ല പറയണത്. മിതമായി ഉപയോഗിക്കുന്നത് മധ്യമ രൂപത്തിലാണ് ഖസ്ദ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിപരീതം കാണിക്കുക എന്നുള്ളതാണ് എന്ത്? ദൂർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. وأخبر صلى الله عليه وسلم أنه يكون في أمته من يتعدى في الطهور وأخبر صلى الله عليه وسلم أنه يكون في أمته من يتعدى في الطهور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകിയിട്ടുണ്ട്, ഈ ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ നബിയുടെ ഉമ്മത്തിൽ ചില ആളുകൾ പരിധി വിടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഖാൽ, നബി പറഞ്ഞു, ഇന്ന ലിൽ വുദൂഇ ശൈത്താനൻ യുഖാലു ലഹു അൽ വൽഹാൻ, വുദൂഇന്റെ കാര്യത്തിൽ ഒരു ശൈത്താനുണ്ട്, അവന് പറയപ്പെടുന്നത് വൽഹാൻ എന്നാണ്. ഫത്തഖു വസ്വാസൽ മാ, അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വസ്വാസുകളെ സൂക്ഷിച്ചുകൊള്ളുക എന്ന്. ഇത് ഇമാം തുർമുദി ഇബ്നു മാജയും മറ്റും ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസാണ്. അപ്പോൾ വെള്ളം ധാരാളം കുത്തിയൊഴിച്ച് അതിൽ എന്ത് ചെയ്യുക? ഒരു വസ്വാസോടെ വുദൂ ചെയ്യുക എന്നുള്ളതല്ല. മാത്രമല്ല, വസ്സർഫു ഫീ സബ്ബിൽ മാഇ മഅ അന്നഹു യുളയ്യിഉൽ മാഅ മിൻ ഗൈരി ഫായിദ യൂഖിഉ ഫീ മഫാസിദ ഉഖ്റ. ഇങ്ങനെ വെള്ളത്തിൽ അമിതവ്യയം കാണിക്കുന്നതിൽ വെള്ളം പാഴാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വെള്ളം പാഴാക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിനോടുകൂടെ തന്നെ ഒരു പ്രയോജനവുമില്ലാതെ വെള്ളം പാഴാക്കുന്നു എന്നുള്ളതിനോടുകൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്? വേറെയും വ്യത്യസ്തങ്ങളായ മഫ്സദുകൾ, അപകടങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ഏതെല്ലാമാണത്? മിൻഹാദിൽപ്പെട്ടതാണ് അന്നഹു ഖദ് യഅ്തമിദു അലാ കസ്റത്തിൽ മാ, അവൻ വെള്ളം അധികം ഉപയോഗിക്കുക എന്നുള്ളതിലാണ് ആശ്രയിക്കുന്നത്. ഫലാ യതആഹദു വുസൂലൽ മാഇ ഇലാ അദാഇ, വെള്ളം അതിന്റെ അവയവങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിന് അവൻ എന്ത് ചെയ്യുന്നില്ല? സൂക്ഷിക്കുന്നില്ല. അവനെ ശ്രദ്ധിക്കുന്നത് വെള്ളം കുറെ ഒഴുകുക എന്നുള്ളതാണ്. വെള്ളം എത്തേണ്ട അവയവങ്ങളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല? സൂക്ഷിക്കുന്നില്ല. എത്രത്തോളം എന്നാൽ ഫറുബ്ബമാ തബ്ഖാ ബഖിയ്യത്തുൻ ലം യസിൽഹൽ മാ വലാ യദ്രി അൻഹാ, ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ധാരാളം ഉപയോഗിക്കുന്ന ആളുകൾ വെള്ളം ഒഴിക്കുന്നുണ്ടാകാം, പക്ഷേ വെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ടാവും ശരീരത്തിന്റെ അവയവങ്ങളിൽ, അത് ചിലപ്പോൾ അവൻ അറിയുന്നത് തന്നെ ഉണ്ടാവുകയില്ല. ഫയബ്ഖാ വുദൂഉഹു നാഖിസൻ ഫയുസല്ലി ബിഗൈരി ത്വഹാറത്ത്, അപ്പോൾ അവന്റെ വുദൂ പരിപൂർണമാവുകയില്ല, കുറവ് സംഭവിച്ചതാകും. അങ്ങനെയാണെങ്കിൽ നമസ്കാരം എന്തായി മാറും? ശരിയല്ലാത്ത നമസ്കാരമേ, വുദൂ ഇല്ലാതെ നമസ്കരിക്കുന്നവനായി മാറും. അതാണ് ഒരു അപകടം. വെള്ളം കുത്തി ഒഴിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പൈപ്പുകളിൽ വുദൂ ചെയ്യുമ്പോൾ കാണാറുള്ളതാണ്. കാലെല്ലാം കഴുകുമ്പോൾ ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടേക്കും, എന്നിട്ട് കാല് കാണിച്ചു കൊടുക്കും. എന്ത് ചെയ്യുന്നില്ല? ചിലപ്പോൾ കാലിന്റെ ഓരോ ഭാഗങ്ങളും വെള്ളത്തുന്നുണ്ടാവുകയില്ല. പക്ഷെ കുറച്ച് വെള്ളമാണെങ്കിലും വെള്ളം എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ എന്താ? കുറച്ച് വെള്ളം മതി. പക്ഷെ ധാരാളം വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടാകും, വെള്ളത്തിന്റെ സ്ഥലത്ത് എത്തുന്നുണ്ടാവുകയില്ല.
ഒമിൻ അതിൽപ്പെട്ടാണ് അൽ ഖൗഫ് അലൈഹി മിനൽ ഗുലൂവ് ഫിൽ ഇബാദ, ഇബാദത്തിൽ ഗുലൂവ് കാണിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ ഗുലൂവ് എന്ന് പറഞ്ഞാൽ ആധിക്യം കാണിക്കുക, അതിൽ പരിധി വിട്ട് കളിക്കുക. അങ്ങനെ പരിധി വിട്ട് കടന്നവനാകാൻ സാധ്യതയുണ്ട് ഇവൻ, അത് ഇവന്റെ മേൽ ഭയപ്പെടേണ്ടതുണ്ട്. ഫൈനൽ വുദൂ ഇബാദത്തുൻ, കാരണം ഇബാദത്ത് എന്നത് ഒരു വുദൂ എന്നത് ഒരു ഇബാദത്താണ്. വൽ ഇബാദത്തു ഇദാ ദഖലഹൽ ഗുലൂവ് ഫസദത്, ഇബാദത്തിൽ ഗുലൂവ് കയറിയാൽ, ആധിക്യം കാണിച്ചാൽ, എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, അതിനാണ് ഗുലൂവ് കാണിക്കുക എന്ന് പറയുന്നത്. ഇത് ഒരു ഇബാദത്തിലേക്ക് കടന്നാൽ ആ ഇബാദത്ത് എന്തായി പോകും, ഫസാദായി പോകും. അപ്പൊ അതും അവനെ തൊട്ട് ഭയപ്പെടേണ്ടതുണ്ട്. ومنها അതിൽപ്പെട്ടതാണ് അന്നഹു ഖദ് യഹ്ദുസു ലഹുൽ വസ്വാസു ഫി ത്വഹാറ ബിസബബിൽ ഇസ്റാഫ് ഫി സബ്ബിൽ മാ, നേരത്തെ പറഞ്ഞതുപോലുള്ള വസ്വാസ് അവനിൽ ഉണ്ടായേക്കാം, ഒരു ആശയക്കുഴപ്പം, വുദൂ ശരിയായോ അല്ലേ എന്നുള്ളത്, ആ ഒരു വസ്വാസ് അവനിൽ എന്ത് ചെയ്യും, ഉണ്ടാക്കി തീർക്കും. ഇങ്ങനെ വെള്ളം കുത്തി ഒഴിക്കുന്നതിൽ ആ ഒരു വസ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൽ ഖൈറു കുല്ലുഹു ഫിൽ ഇഖ്തിദാഇ ബിറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവിധ ഖൈറും എവിടെയാണ് കിട്ടുന്നത്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രീതി അത് ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വുദൂ എടുക്കാൻ പഠിപ്പിച്ചോ അതേപോലെ ചെയ്യുക. വശറുൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞത്, നാശകരമായത്, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വഫഖല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർളാ, നമ്മൾ ഏവർക്കും അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ, അവൻ തൃപ്തിപ്പെട്ട രീതിയിൽ വുദൂ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഫഅലൈക അയ്യുഹൽ മുസ്ലിമു ബിൽ ഹിർസി അലാ അൻ യകൂന വുദൂഉക വജമീഉ ഇബാദാതിക അലൽ വജ്ഹിൽ മശ്റൂഉ മിൻ ഗൈരി ഇഫ്റാത്തിൻ വലാ തഫ്രീത്ത്. അതുകൊണ്ട് ഓരോ മുസ്ലിമും, അല്ലയോ മുസ്ലിമേ, നീ അനിവാര്യമായും ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിന്റെ വുദൂ, അതേപോലെ തന്നെ ഏത് ഇബാദാത്തുകൾ ചെയ്യുന്നുണ്ടോ, ഇബാദാത്തുകളെല്ലാം, എന്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എന്താണോ ശരീഅത്തിൽ നിയമമാക്കപ്പെട്ടത്, മശ്റൂആയ രീതി എന്താണോ അതേപോലെ അത് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം, നീ ശ്രദ്ധ കാണിക്കണം. അവിടെ മിൻ ഗൈരി ഇഫ്റാത്തിൻ വലാ തഫ്രീത്ത്, കൂടാനോ കുറയാനോ പാടില്ല. പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് കുറച്ചു കൊണ്ടുപോവുക, പൂർണ്ണമായിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആധിക്യം കാണിക്കുക, ഇത് പാടില്ലാത്ത ഏത് കാര്യങ്ങളാകട്ടെ, നമസ്കാരമാകട്ടെ, വുദൂ ആകട്ടെ, നോമ്പാകട്ടെ, അതേപോലെ തന്നെ സക്കാത്താകട്ടെ, ഏത് വിഷയവും എന്ത് ചെയ്യട്ടെ, പഠിപ്പിക്കപ്പെട്ട രീതിയിൽ ചെയ്യട്ടെ, അതിനപ്പുറത്ത് കാണിക്കാതിരിക്കട്ടെ. ഫകിലാ തറഫൈ ഖസ്ദിൽ ഉമൂരി ദമീമുൻ, അപ്പോ ഖസ്ദിന്റെ കാര്യങ്ങളുടെ ഇടയിൽ ഒരു ഖസ്ദുണ്ട്. ഖസ്ദ് എന്ന് വെച്ചാൽ മിതമായ രീതി പുലർത്തുക എന്നുള്ളത്, അതിന്റെ രണ്ട് തുറപ്പുകളും രണ്ട് അറ്റങ്ങളും ദമീമാണ്, ആക്ഷേപാർഹമാണ്. ഖസ്ദായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. ഏതിന്റെയും മധ്യമരൂപം എന്ത് ചെയ്യുക, സ്വീകരിക്കുക, പഠിപ്പിക്കപ്പെട്ടതിന്റെ. അതിനപ്പുറത്തേക്കും പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കും പോകാൻ പാടില്ല, കുറവും കാണിക്കാൻ പാടില്ല, ആധിക്യവും കാണിക്കാൻ പാടില്ല. വഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നൊരു ആപ്തവാക്യവുമുണ്ട്. കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് എന്താണ്, അതിന്റെ മധ്യമമായ രീതിയാണ്. വൽ മുതസാഹിലു ഫിൽ ഇബാദത്തി യന്തഖിസുഹ, ഒരാള് ഇബാദത്തുകളുടെ കാര്യത്തിൽ തസാഹുൽ കാണിക്കുന്നു, അതിൽ അശ്രദ്ധ കാണിക്കുന്നു, എന്നാൽ അത് ആ കാര്യത്തിൽ, ആ ഇബാദത്തിൽ കുറവ് വരുത്തലാണ്. വൽ ഗാലി ഫിഹ യസീദു അലൈഹ മാ ലൈസ മിൻഹ, ഒരാൾ അതിൽ ഉലുവ് കാണിക്കുന്നു, ആധിക്യം കാണിച്ചാൽ അതിലില്ലാത്തതിനെ അവൻ എന്ത് ചെയ്യുന്നു, അതിൽ അധികരിപ്പിക്കുന്നു. അതുകൊണ്ട് വൽ മുസ്തന്നു ഫിഹ, എന്നാൽ അതിൽ സുന്നത്തിനെ പിന്തുടരുന്ന ആളുകൾ എന്താണ് ചെയ്യുക, വൽമുസ്തന്നു ഫീഹാ ബിസുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവല്ലദീ യുവഫീഹാ ഹഖഹാ, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സമ്പൂർണ്ണമായ നിലയിൽ ചെയ്തത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്നവരാണ് ഏറ്റവും ശരിയായ അവസ്ഥയിലുള്ളത്. ഒരാൾ അതിൽ തസാഹുൽ കാണിച്ചു, ഒരു അലംഭാവം കാണിച്ചു, എന്നാൽ അതിലവൻ കുറവ് വരുത്തി. ഒരാൾ ഉളുവ് കാണിച്ചു, എന്നാൽ ഇല്ലാത്തത് എന്ത് ചെയ്തു, ആധിക്യം കാണിച്ചു. എന്നാൽ ശരിയായ രീതി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅ, അല്ലാഹുവേ ഹഖ്ഖിനെ നീ ഞങ്ങൾക്ക് ഹഖ്ഖായി കാണിച്ചു തരികയും അത് പിന്തുടരാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണമേ. വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ, ബാത്തിലിനെ ബാത്തിലായി കാണിച്ചു തരികയും അതിനെ വെടിയാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വലാ തജ്അൽഹു മുൽതബിസൻ അലീനാ ഫനദിൽ, ഞങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നീ ഉണ്ടാക്കരുതേ, അങ്ങനെ ഞങ്ങൾ വഴിപഴച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ. ഇതാണ് വുദൂഇന്റെ രൂപമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് ഹഫിളഹുല്ലാഹ് നൽകിയിരിക്കുന്ന കാര്യം. ഇനിയും വുദൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ്. സാധാരണ ആളുകൾക്ക് ധാരാളം സംശയങ്ങളും മറ്റുമെല്ലാം വരുന്ന ഒരു മസലയാണ്. ഖുഫ ധരിച്ചാൽ അതിൽ തടവുന്ന കാര്യം, അതേപോലെ പലപ്പോഴും കൈകളിലോ കാലുകളിലോ മറ്റൊക്കെ പരിക്കുകൾ ഉണ്ടാവുക, ബാൻഡേജോ മറ്റുള്ള
കാര്യങ്ങളുണ്ടാവുക. ഈ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദീർഘമായ അധ്യായമാണ്. അടുത്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ വുളൂവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും